ഒരു ട്രെയിൻ സിഗ്നൽ പോസ്റ്റിനെ മറികടക്കാൻ 5 സെക്കൻഡും 165 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 16 സെക്കൻഡും എടുത്തു. ട്രെയിനിൻ്റെ നീളം കാണുക. നമുക്ക് ആദ്യത്തെ വാചകം മാത്രം എടുക്കുക. എന്താണ്? ട്രെയിന് സിഗ്നൽ പോസ്റ്റിനെ മറികടക്കാൻ 5 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്ക് അത് മാത്രം ചെയ്യാം. അവിടുത്തെ സൂത്രവാക്യം ദൂരം സമം സമയം ഇൻറ്റു വേഗത. ഈ വാചകത്തിൽ എന്താ ദൂരം? ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളമാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളമാണ്. ട്രെയിൻ എന്തിനെ കിടക്കുന്നത്? സിഗ്നൽ പോസ്റ്റിനെ മറികടക്കുകയാണ്. അപ്പോൾ സിഗ്നൽ പോസ്റ്റിൻ്റെ നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. സിഗ്നൽ പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അളവ് നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളമാണ്. ട്രെയിനിൻ്റെ നീളം നമുക്ക് അറിയില്ല, അതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം എക്സ് എടുക്കുക. സമയം എത്ര? 5 സെക്കൻഡ് ഇൻറ്റു വേഗതയും അറിയില്ല, വേഗത നമുക്ക് വൈ കൊടുക്കുക. നമുക്ക് എക്സ് സമം 5y എന്ന് കിട്ടി. അവിടെ ഇരിക്കട്ടെ. ഇത് ആദ്യത്തെ വാചകം. ഇനി അടുത്ത വാചകം എടുക്കുക. അടുത്ത വാചകം വീണ്ടും ഇതേ സൂത്രവാക്യം. എന്താ? ദൂരം സമയം ഇൻറ്റു വേഗത. ഇവിടെ ദൂരം എന്ത് വരും അറിയോ? പ്ലാറ്റ്ഫോമിനെ കിടക്കുന്നത്. ഇപ്പോൾ സിഗ്നൽ പോസ്റ്റിനെ പോലെയല്ല, പ്ലാറ്റ്ഫോമിൻ്റെ നീളം നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കൂട്ടണം. ഇവിടെ നീളം പറഞ്ഞത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കൂട്ടണം. ട്രെയിനിൻ്റെ നീളം എത്രയാണ്? എക്സ് ആണ് നമ്മൾ തരുന്നത് അല്ലേ? ട്രെയിനിൻ്റെ നീളം എക്സ് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം 165 സമം, അപ്പോൾ ദൂരം എഴുതി, സമം സമയം ഇൻറ്റു വേഗത. ഇവിടെ സമയം എത്രയാണ്? 16 സെക്കൻഡ്. 16 ഇൻറ്റു വൈ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 165 16 ഇൻറ്റു വൈ. നമുക്ക് ഇനി എക്സിൻ്റെ വില 5y ആണ്. എക്സിൻ്റെ വില 5y. അത് ഈ എക്സിന് പകരം കൊടുക്കുക. എക്സിൻ്റെ വില 5y ഇവിടെ കൊടുക്കുക. എന്ത് വരും? 5y പ്ലസ് 165 സമം 16y അല്ലേ? വൈ എല്ലാം ഒരു ഭാഗത്ത്. ഇവിടെ 5y എന്ന് എഴുതി. ഈ 16y ഇത് പോസിറ്റീവ് ആണ്, അങ്ങോട്ട് വന്നു മൈനസ് 16y. 5y പോസിറ്റീവ് 16y എടുത്തു, മൈനസ് 16y സമം ഇവിടെ ഒന്നുമില്ല. 165 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്, അങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 165. 5 എന്ന് 16 കുറച്ച മൈനസ് 11y, നെഗറ്റീവ് 11y സമം നെഗറ്റീവ് 165. അപ്പോൾ y സമം എന്ത് വരും? ഇൻറ്റു 11 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 11, ഇൻറ്റു 11 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 11. അപ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് 165 ബൈ നെഗറ്റീവ് 11 ഹരിക്കുമ്പോൾ 15 11 165 15 എന്ന് കിട്ടും. നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവായി, നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവായി. ഈ വൈ എന്താ? നമ്മൾ വേഗതയ്ക്ക് പകരം വൈ എടുത്തുന്നത്. നമുക്ക് എന്താ കാണേണ്ടത്? ട്രെയിനിൻ്റെ നീളമാണ് കാണേണ്ടത്. അതായത് എന്താ? എക്സ് ആണെന്നാണ് കാണേണ്ടത്. എക്സ് കാണുമ്പോൾ എന്താ? 5 ഇൻറ്റു വൈ ആണ്. അതിൽ വില കൊടുക്കുക. നമുക്ക് വൈ കിട്ടിയല്ലോ. അപ്പോൾ അത് വില കൊടുക്കുമ്പോൾ 5 ഇൻറ്റു വൈ. 5 ഇൻറ്റു വൈ എത്രയാണ്? 15 75 മീറ്ററാണ് എന്ത്? ട്രെയിനിൻ്റെ നീളം.